നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12. ഹോശേയ ചാപ്റ്റർ 10 വേഴ്സ് 12. ദൈവത്തെ അന്വേഷിപ്പാനുള്ള കാലം. This is the time to seek the Lord. ഈ ദിവസങ്ങളിൽ തുടർമാനമായി എല്ലാ സൺഡേയിലും നമ്മൾ ധ്യാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, എത്ര ദൈവജനം അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോയിങ് ദ ടൈം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമയങ്ങൾ, ദൈവം എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ദൈവത്തിന് പ്രവർത്തിപ്പാൻ എല്ലാറ്റിനും ദൈവം ഒരു അപ്പോയിന്റഡ് ടൈം വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തെക്കുറിച്ചും സങ്കീർത്തനക്കാരൻ പറയുന്നത്, മൈ ഓൾ ടൈംസ് ഇൻ യുവർ ഹാൻഡ്. എൻ്റെ കാലഗതികളൊക്കെ, എൻ്റെ സമയങ്ങളൊക്കെ നിൻ്റെ കൈകളിൽ ഇരിക്കുക. നീ ആ സമയങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കേണ്ട സമയമാണ്. ഞാൻ ദൈവത്തെ അന്വേഷിക്കേണ്ട സമയമാണ്. ഞാൻ മടങ്ങി വരേണ്ട സമയമാണ്. ജെരമ്യാ പ്രവാചകൻ വളരെ വേദനയോടെ പരിശുദ്ധാത്മാവിൽ പറയുന്നൊരു പദമുണ്ട്. ആകാശത്തിലെ പെരിഞ്ഞാറ തങ്ങളുടെ മടങ്ങി വരവിൻ്റെ കാലമറിയുന്നു. കൊക്കും മീവൽ പക്ഷിയും ഒക്കെ തങ്ങളുടെ മടങ്ങി വരവിൻ്റെ സമയമറിയുന്നു. ഈവൻ ദ ബേർഡ്സ് they knew, they observe the time of migration, but my people do not know. ഈ പക്ഷികളൊക്കെ അവരുടെ സമയങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നെങ്കിൽ, സീസൺ അറിഞ്ഞ് അവർ പ്രവർത്തിക്കുന്നു. പക്ഷെ എൻ്റെ ജനത്തിന് സമയമറിയത്തില്ല. എൻ്റെ ഇടപെടലുകൾ അവരറിയുന്നില്ല. ഇസ്രായേൽ ജനത്തെ പലപ്പോഴും നമുക്ക് എക്സാമ്പിളായി ദൈവം മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ദൈവം അവരുടെ ടോട്ടൽ സിക്നസ് ഡയഗ്നോസ് ചെയ്തിട്ട് പറഞ്ഞു, 3 മാരകമായ രോഗങ്ങളാണ് ഇസ്രായേലിന്റെ ടോട്ടൽ ഡിപ്രവിറ്റിക്ക് കാരണം, അവരുടെ ഫെയിലിയറിന്റെ കാരണം. 1 ബ്ലൈൻഡ്നെസ്, 2 ഇഗ്നോറൻസ്, 3 ഹാർഡൻ their heart. അന്ധത, അജ്ഞത, ഹൃദയകാഠിന്യം. ഇത് 3ഉം ഒരു ദൈവ പൈതലിൽ സംഭവിച്ചാൽ ദൈവത്തിന്റെ ഇടപെടലുകൾ അവരറിയത്തില്ല. ദൈവം മനുഷ്യനോട് എല്ലാ യുഗങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ദൈവം മനുഷ്യനോട് കാലാകാലങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുക. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് 2-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് കേട്ടവർ നമുക്ക് സാക്ഷി നിന്ന് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ദൈവം പണ്ട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു തുടങ്ങി. 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ പറയുക, പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ എന്നല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ദൈവം പറഞ്ഞു തുടങ്ങി, കർത്താവ് അതിന്റെ മിഡിൽ വന്ന് വീണ്ടും സംസാരിച്ചു. ഇപ്പൊ ആത്മാവ് സഭകളോട് ഇങ്ങനെ നിരന്തരമായി സംസാരിക്കുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിന്റെ ശബ്ദം കേൾക്കാറുണ്ടോ? ആത്മാവ് ഇടപെടാറുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഒരു മൈക്ക് തന്നാൽ എഴുന്നേറ്റ് തന്റെ ഇടത്തോടും പ്രാഗൽഭ്യത്തോടും പറയാമോ, കഴിഞ്ഞ രാത്രി ആത്മാവ് എന്നോട് ഇടപെട്ടെന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ആത്മാവ് എന്നോട് ഇടപെട്ടെന്ന്? വളരെ കുറ്റബോധത്തോടെ ഞാൻ ചോദിക്കട്ടെ, ആത്മാവ് നിങ്ങളുമായിട്ടൊന്ന് ഇടപെട്ടിട്ട് എത്ര ദിവസമായി? പള്ളിയിൽ വന്നതല്ല ഞാൻ ചോദിക്കുന്നത്, കുടുംബ പ്രാർത്ഥന നടത്തിയതിന്റെ കണക്കല്ല, ബൈബിൾ വായിച്ചതിന്റെ കണക്കല്ല. ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ എന്റെ മുൻപിലിരിക്കുന്ന ദൈവസഭയോട്, ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരോട് ചോദിക്കുക, നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുമോ, ആത്മാവ് എന്നോട്
ചോദിച്ചുകൊണ്ടിരിക്കുക. എന്റെ ആത്മാവ് ഇങ്ങനെ ഇന്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ ജനമോ അത് തിരിച്ചറിയുന്നില്ല. Because of the blindness, because of their ignorance, because of their hardened their heart. കഠിനമായ ഹൃദയം, അജ്ഞത, അന്ധത, ഇങ്ങനെയുള്ള മാരക രോഗങ്ങൾ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുക, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിലെ ദൈവം അവരുടെ കണ്ണ്, അവരുടെ മനസ്സ് കുരുടാക്കി. ഈ അന്ധത ദൈവത്തിന്റെ ഒരു ഇടപെടലിൽ മാത്രമേ മാറത്തുള്ളൂ. ദമസ്കോസിലേക്ക് പോയ ആ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനാകുന്നതിന് മുൻപ് ഒരു കൊലപാതകിയായി, ഒരു ഉപദ്രവിയായി ഈ പോകുന്ന സമയത്ത്, ആ പട്ടപ്പകൽ നട്ടുച്ച നേരത്ത്, ആ വെട്ടിത്തിളങ്ങുന്ന സൂര്യകിരണങ്ങളുടെ നടുവിൽ തന്റെ മേലൊരു പ്രകാശരശ്മി, അത് സൂര്യന്റെ പ്രകാശമല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകൾ കൊണ്ട് അവനെ ഒന്ന് നോക്കിയപ്പോൾ അവന്റെ മേലൊരു പ്രകാശം വന്നു. അവൻ നിലത്തു വീണു. അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒന്ന് നിലത്തുപോയി. Something like a scales fallen from his eyes. That was opened his eyes. ദൈവം സന്ദർശിക്കുമ്പോഴേ നമ്മുടെ അന്ധത മാറുകയുള്ളൂ. ആരെങ്കിലും ഈ നാളുകളിൽ തിരിച്ചറിയുന്നുണ്ടോ? എന്തോ എന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒന്ന് നിലത്തു പോകുന്നത് ഞാൻ അറിഞ്ഞു. യു നോ ദ ഡിഫറൻസ്. കാഴ്ചയാൽ നടന്നവൻ അന്നു മുതൽ വിശ്വാസത്താൽ നടക്കാൻ തുടങ്ങി. കാണുന്നതെല്ലാം താൽക്കാലികമെന്നും കാണാത്തത് നിത്യമെന്നും വിളിച്ചു പറയാൻ ഈ മനുഷ്യനെ ഇടയാക്കി. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഇടപെടലുകൾ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് റെക്കഗ്നൈസിങ്, വി ആർ നോട്ട് നോയിങ്. ഇത് ഒരു പ്രസംഗമായി കേട്ടിരിക്കുകയല്ല, ഒരു ആത്മശോധന, ഒരു സെൽഫ് എക്സാമിനേഷൻ. കർത്താവേ, ശരിക്കും അങ്ങ് ഇടപെടുന്നെങ്കിൽ എന്നോട് ഇടപെട്ടത് എപ്പോഴാ? ഏറ്റവും ലാസ്റ്റിൽ ഞാനൊരു ഇടപെടൽ അറിഞ്ഞത് എങ്ങനെയാ? ഒരു സ്പർശനം എനിക്കുണ്ടായിട്ടുണ്ടോ? ഏറ്റവും അവസാനം ഞാൻ കേട്ട പ്രസംഗമല്ല ചോദിക്കുന്നത്, ആ പ്രസംഗത്തിലെ 4 പോയിന്റ് അല്ല ഞാൻ ചോദിക്കുന്നത്. ദൈവം എന്നോട് ഇടപെട്ടെന്ന്, ദൈവം എന്റെ ഹൃദയത്തോട് സംസാരിച്ചെന്ന് പറയത്തക്കവണ്ണം ഒരു ഇടപെടൽ നമുക്കുണ്ടാകാതിരിക്കുന്നത് എന്താ? അതിന്റെ അർത്ഥം ലാക്ക് ഓഫ് പ്രെയർ, ലാക്ക് ഓഫ് സപ്ലിക്കേഷൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ബിക്കോസ് ഓഫ് ദെയർ പ്രീകൺസെപ്ഷൻ ഓർ prejudice. ഒരുപാട് മുൻവിധികൾ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുക. നമ്മുടെ മുൻധാരണകളൊക്കെ തകരണം. കുറെ പഴയ മെമ്മറീസ് നമ്മുടെ അകത്ത് കിടക്കുക. പക്ഷെ ദൈവം പറയുന്നു, പിമ്പിലുള്ള ചിലതൊന്നും മറക്ക്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. പഴയ പാരമ്പര്യങ്ങളും മാമൂലുകളും പിടിച്ചുകൊണ്ട് ഇന്നും പെന്തക്കോസ്ത് സഭയ്ക്കകത്തിരിക്കുന്നുണ്ട്. ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവം ഓരോ ദിവസവും പുതിയത് ചെയ്യുന്ന ദൈവമാ. ഞാൻ പുതിയ എണ്ണ പകരും. എന്റെ രാവിലെ തോറുമുള്ള പുതിയ ദയ. ഇന്നലത്തത് ഫ്രീസറിൽ നിന്ന് എടുത്ത് രാവിലെ ചൂടാക്കി തരുന്ന ദൈവമല്ല. God has a fresh anointing. God has a fresh mercy. God has a fresh healing. കഴിഞ്ഞ ആഴ്ചയിൽ അനുഭവിക്കാത്തതൊന്ന് നിങ്ങൾ ഇരുന്ന പഴയ സീറ്റാണെങ്കിലും പഴയ ബെഞ്ചിലാണെങ്കിലും ദൈവം പുതിയതൊന്ന് ചെയ്യുക. അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ പഴയ കുറെ മുൻധാരണകൾ മാറ്റ്. ഞങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നു, ഞങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു, ഞങ്ങൾ കെ എബ്രഹാം സാറിന്റെ കാലം മുതലുള്ളവരാ, ഞങ്ങൾ മാങ്ങാനം ജോസഫ് പാസ്റ്ററുടെ കൈവപ്പോടുകൂടെ അഭിഷേകം കിട്ടിയവരാ, ഞങ്ങൾ പണ്ട് ആരാധിച്ചപ്പോൾ ഞങ്ങളുടെ തല ചെന്ന് ടോപ്പിൽ ഇടിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? പണ്ട് ആരാണ്ട് പറഞ്ഞു പോണം, ഞങ്ങൾക്ക് ആന ഉണ്ടായിരുന്നു, ഇപ്പൊ ആന പോയിട്ടൊരു പിണ്ടം പോലും ഇല്ല. പഴമകളുടെ കഥകൾ പറഞ്ഞ് ഊറ്റം കൊള്ളുകയല്ല. What we have right now, where we are right now.
ഇസ്രായേൽ മക്കളുടെ പരാജയം എന്തെന്നറിയാമോ? God has miraculously delivered them from the bondage of Pharaoh, from the bondage of slavery, and brought them in the wilderness and provided manna and water from the fiery rock. His glory, everything he provided. Fresh manna every day. But ആ ജനം പറഞ്ഞറിയാമോ? ഞങ്ങളാ ഈജിപ്തിൽ ഇരുന്നപ്പോഴേ അവിടുത്തെ ആ വെള്ളുള്ളി, ചുമന്നുള്ളി, വെള്ളരിക്ക, മത്തങ്ങ, ഇറച്ചിയില്ല, ഇറച്ചിയുടെ കലം, നീ എവിടാ ഇപ്പൊ നിൽക്കുന്നറിയാമോ? നീ അടിമയായിരുന്നപ്പോഴാ ഇതൊക്കെ അനുഭവിച്ചത്. നീ ഇപ്പൊ എൻ്റെ ജനമാ. യു ആർ മൈ പ്രേഷ്യസ് പീപ്പിൾ. ഇന്ന് രാവിലെ ഞാൻ സ്വർഗത്തിൽ നിന്ന് പൊഴിച്ച മന്നയാ നീ പറക്കി വെച്ചേക്കുന്നത്. എൻ്റെ പുതിയ മന്ന നിന്റെ കയ്യിലിരിക്കുമ്പോഴും നീ പഴയ ഈജിപ്തിലെ കഥ പറയുകയാണോ? എനിക്കും കുറെ പറയാനുണ്ട്. 96 ഞാൻ തെങ്ങമത്ത് ഒരു സഭയിൽ ഇരുന്നപ്പോ ഭൂതം പോയായിരുന്നു. മണക്കാലം വന്നപ്പം വേറൊരു ഭൂതത്തെ ഇറക്കി വിട്ടു. പക്ഷെ ഒക്കലോമേൽ ഒരു ഭൂതം ഇതുവരെ പോയില്ലല്ലോ. കുറെ ഓൾഡ് സ്റ്റോറീസും പറഞ്ഞുകൊണ്ട് മിനിസ്ട്രിയിൽ ഞാൻ ഏതോ വലിയ ആളാണെന്ന് കാണിക്കാൻ ഇന്നലത്തെ കഥകളല്ല വേണ്ടത്. What we have right now. Where is God in our midst? Where is God's mighty works? ദൈവമേ, നിന്റെ പഴയ പ്രവർത്തികൾ ഒന്നുകൂടെ തുടങ്ങണേ. ഞങ്ങളുടെ മധ്യത്തിൽ അത് കാണണം കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുക നാഥാ, നീ ഇന്നും പുതിയത് ചെയ്യുന്ന ദൈവമാ. ഞങ്ങളുടെ മുൻവിധികൾ തകരട്ടെ. ഞങ്ങളുടെ എല്ലാ മുൻവിധികളും തകർന്നിട്ട് ദൈവത്തിന് ഇന്നും പുതിയത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ സന്ദർശനങ്ങളെ, ഇടപെടലുകളെ നമുക്കറിയാൻ കഴിയാതെ പോകുന്നത്. ഇസ്രായേൽ ജനം യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ മുൻവിധിയാ. അവർ പ്രതീക്ഷിച്ചത് കൊട്ടാരത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു രാജാവിനെയാ. പക്ഷെ ജനിച്ചത് ബേത്ലഹേമിൽ രക്ഷകനാ. അവർക്ക് വേണ്ടത് രാജാവാ, പക്ഷെ ദൈവം കൊടുത്തത് രക്ഷകനെയാ. They were not expecting a savior, they were expected a king to fight against the Roman authority. റോമ ഗവൺമെന്റിനോട് പടവെട്ടാൻ ഒരു രാജാവിനെ കാത്തിരിക്കുമ്പോൾ ദൈവം പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകനെ കൊടുത്തു. അവരിങ്ങനെ കണക്കൂട്ടിയിരിക്കുക, ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്നവൻ കൊട്ടാരത്തിലായിരിക്കും ജനിക്കുന്നത്. അവൻ ആരായിരിക്കും? അവന്റെ മുഖഭാവം. കണക്കുകൂട്ടലുകളിലല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻ, ബിയോണ്ട് അവർ കാൽക്കുലേഷൻ. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിട്ട് ഇന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. Praise God. അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പാപികളോടുകൂടെ തിന്നുന്നവൻ കുടിക്കുന്നവൻ. ശമരിയ പട്ടണത്തിൽ കയറിപ്പോയി ശമരിയ സ്ത്രീയോട് സംസാരിച്ച ഒരുവൻ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ശബത്തിൽ സൗഖ്യമാക്കുന്നവൻ. അവരുടെ കണക്കുകൂട്ടലുകൾക്ക് വ്യത്യസ്തമായി ക്രിസ്തുവിന്റെ 3.5 വർഷത്തിന്റെ അല്ലെങ്കിൽ 33.5 വർഷത്തെ മിനിസ്ട്രിയും ടീച്ചിങ്സും ആ ഡോക്ട്രിൻസും ഒന്നും അവർ അംഗീകരിക്കാഞ്ഞത് കൊണ്ട് കർത്താവ് പറയുക, നിന്റെ സന്ദർശനകാലം നീ എന്ത് ചെയ്തു? അറിയാതെ പോയി. ഇഗ്നോറൻസ്. നിന്റെ കണ്ണിന് അതെന്തായിരുന്നു? മറവ്, ബ്ലൈൻഡ്നെസ്. ഞാൻ സംസാരിച്ചപ്പോൾ കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്നത് സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവരെന്നേ രട്ടിലും വെണ്ണീറിലും ഇറങ്ങിയിരുന്ന് അനുതപിക്കുമായിരുന്നു, മാനസാന്തരപ്പെടുമായിരുന്നു. നിനക്കത് കഴിയാതെ പോയി. ബിക്കോസ് ഓഫ് ദയർ ഹാർഡ് ആൻഡ് ഹാർട്ട്. കഠിന ഹൃദയം, അന്ധത, അജ്ഞത. മറക്കല്ലേ, അജ്ഞത,
അന്ധത, കഠിന ഹൃദയം. ഒരു ഡോക്ടറെ ഇന്ന് തന്നെ കാണണം. ഇത് പരിശോധിക്കാൻ പറ്റിയത് ഡോക്ടർ റിജോയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പരിശോധിക്കാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഫിസിഷ്യനുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം ഒന്ന് പരിശോധിക്കണേ, എൻ്റെ അന്ധതയൊന്ന് പരിശോധിക്കണമേ. ലവോദിക്യ സഭയുടെ രോഗം അതായിരുന്നു. നിനക്ക് കണ്ണിലെഴുതാൻ മെഡിസിൻ ഉണ്ടെന്ന് പറയുക. ഇന്നത്തെ സഭകളുടെ രോഗം ഇതാ ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. അവസാനത്തെ പോയിന്റിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇൻട്രൊഡക്ഷൻ ഒന്ന് കഴിയണ്ടേ. നമ്മുടെ 4ാമത്തെ പോയിന്റ് ഇതാണ്. ഇഫ് യു വാണ്ട് റിയലി എക്സ്പീരിയൻസ് ദ ഇന്റർവെൻഷൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഇന്റർവെൻഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ബ്രോക്കൺ ഹാർട്ട് നമുക്ക് വേണം. ഒന്ന് തകരാൻ തയ്യാറാകണം. തകരുന്നെടുത്ത അതാ ദൈവദാസൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞേച്ചിറങ്ങിയ വാക്യത്തിൽ എനിക്ക് തുടങ്ങണം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമാണെങ്കിലും മനസ്താപവും മനോഹൃദയവും തകർന്ന ഹൃദയമുള്ളിടത്ത് അവൻ ഇറങ്ങി വന്ന് വസിക്കുക. അവൻ ഇറങ്ങി വന്ന് വസിക്കുക. നയമാനെ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ കൈവീശി എന്നെ എന്ത് ചെയ്യുമെന്നാ? സൗഖ്യമാക്കും. ഇല്ല നയമാനെ, നീ രഥത്തിലിരുന്നുകൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ പറ്റത്തില്ല. ആദ്യം നിന്റെ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങും. 2, നിന്റെ ഒരുപാട് വിജയങ്ങളൊക്കെ നേടിയ സ്റ്റാറുകളുള്ള യൂണിഫോം ഉണ്ടല്ലോ, അതൊന്ന് ഊരി വെക്ക്. എന്നിട്ട് നീ കലക്ക വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങ്. നിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായി ദൈവം ഒരു ഓർഡർ തരിക. ഞാൻ ഇങ്ങനെ അനങ്ങാതിരിക്കും, ദൈവം വേണേ വന്നെന്നെ തൊട്ടോണം. ഇല്ല മോനെ, നീ വായ ആദ്യം തുറക്ക്. നീ ആദ്യം ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങ്. നീ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങ്. നീ ദൈവത്തിന് മുമ്പാകെ ഒന്ന് തലവണക്കാൻ തുടങ്ങ്. എന്റെ രഥങ്ങൾ മാറട്ടെ. എന്റെ വലിയ ഡിഗ്രികളും എന്റെ വലിയ വിജയത്തിന്റെ കഥകളും മാറട്ടെ. ഞാൻ അനുസരണത്തോടെ ഒരു കുഞ്ഞിനെ പോലെ ഈ കലക്ക വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്റെ ശരീരത്തിൽ വിടുതൽ നടക്കുക. ആരാ എന്റെ വിടുതലിന്റെ തടസ്സം? ഞാൻ കൊണ്ടുവന്ന രഥമാ. I am still sitting in a, അല്ലേ, ചാരിയറ്റ്സിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല 1-ാം തരം ബെഞ്ച്, നല്ല 1-ാം തരം എയർ കണ്ടീഷൻ കുറഞ്ഞ ഉടനെ ഷാൻചാനെ തുറിച്ചു നോക്കും. എന്താ എയർ കണ്ടീഷൻ കുറഞ്ഞത്? നീ ചൂട് കൂടിയാ പറയും, ചൂട് കുറഞ്ഞാ പറയും. വളരെ കംഫോർട്ടായിട്ട് ഞങ്ങൾ കാലയത്തി ഇരിക്കണം. രഥത്തിൽ നിന്ന് താഴോട്ടിറങ്ങാമോ? ഒരു നല്ല ആത്മീയ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ട് വരാമോ? ആരെയാ പേടിക്കുന്നത്? മുമ്പോട്ട് വന്നിരുന്ന് കൈയടിച്ച് അങ്ങ് ആരാധിക്കുക. അവരവരുടെ കിരീടങ്ങളെ താഴിയിട്ട് അവരുടെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞാടിന്റെ മുമ്പിൽ വീണെന്നല്ലേ? ഒരിക്കലെങ്കിലും ഈ ചർച്ചിനകത്ത് അങ്ങനെ ഒരു ആരാധന വെളിപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഇരിപ്പിടത്തിൽ നിന്ന് ഒന്ന് മാറി ഈ കുഞ്ഞാടിന്റെ മുമ്പിൽ ഒന്ന് വീഴാൻ. Praise God. ഞാൻ പറഞ്ഞ രഥങ്ങൾ എന്താന്ന് മനസ്സിലായോ? ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: തരിശു നിലങ്ങളെ ഉഴുവണം. Praise God. ഹോശേയ പറയുക, അൺപ്ലോവ്ഡ് ആയിട്ടുള്ള ഫീൽഡുകളാ. നിങ്ങൾക്കറിയാമോ, വിത്ത് വിതയ്ക്കണമെങ്കിൽ അവിടെ തരിശു നിലങ്ങൾ എന്ത് ചെയ്യണം? ഉഴണം. നേരത്തെ ഹാർവസ്റ്റ് നടന്നിട്ടുള്ള ഫീൽഡ് ആണെങ്കിൽ പോലും അടുത്ത ഒരു വിതയുടെ കാലം വരുമ്പോൾ ആ ഹാർവസ്റ്റ് നടന്ന ഫീൽഡിൽ പോലും വീണ്ടും എന്ത് നടക്കണം? കട്ടകൾ ഉടയണം. ഇവിടെ ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും ആരാണെന്നറിയാമോ? ഫീൽഡ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപമയ്ക്കകത്ത് ആ ഫീൽഡ് എന്ന് പറയുന്നത് ഹാർട്ടാ. റോക്കി പ്ലേസ്, റോക്കി ഗ്രൗണ്ട്, കഠിന ഹൃദയങ്ങളാ. വചനം വീഴുന്നുണ്ട്, പക്ഷെ ഒന്നും ഫലവത്താകുന്നില്ല. കാരണം കാഠിന്യം പഠിച്ചിരിക്കുക. കഠിന ഹൃദയങ്ങളാ. ആരാണ്ട് രോഗിയെക്കുറിച്ച് സാക്ഷി പറഞ്ഞു, ആരാണ്ട് കരഞ്ഞുകൊണ്ട് സാക്ഷി പറഞ്ഞു, ആരാണ്ട് ഏങ്ങലടിച്ച് സാക്ഷി പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നിച്ചിരിക്കുക. കൊള്ളാമല്ലോ.
കൊള്ളാമല്ലോ. വേറൊരാളൊന്ന് ഏങ്ങലടിക്കുമ്പോൾ കൂടെ കരയാൻ തക്കവണ്ണം ഞാൻ സെൻസിറ്റീവ് അല്ല. വേറൊരാളുടെ ഒരു രോഗം പറയുമ്പോൾ എൻ്റെ ഹൃദയം അവരോടൊന്നും മിക്സ് ആവുന്നില്ല. ഞാനിങ്ങനെ സിനിമ കാണുന്നത് പോലെ ഇരുന്ന് കാണുകയാ. I am not the part of that body. If you are really the part of the body, ആ ബോഡിയുടെ എവിടെങ്കിലും ഒരു ചെറിയ വേദന വന്നാൽ the whole body will affect it. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും സുഖമായി പോകുന്നു. കർത്താവ് ഞങ്ങളോട് വലിയ കരുണ കാണിച്ചു. ബാക്കിയുള്ളവരോടൊന്നും ഈ കരുണ കാണിച്ചില്ല. അവനൊക്കെ അനുഭവിക്കുന്നു. ഈ മനോഭാവങ്ങളാ ഒരു കഠിന ഹൃദയവുമായിട്ട് ഏറെക്കാലം നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? കർത്താവ് പറയാം, മനോമിലയമുള്ളവരോട് കൂടെ വസിക്കുന്നു. സങ്കീർത്തനത്തിൽ പറയാ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ. 2 പദങ്ങൾ, സമീപസ്ഥൻ, വസിക്കുന്നു. ലോർഡ് ഈസ് നിയർ, ഗോഡ് ഈസ് അബൈഡിങ്. എവിടാന്നറിയാമോ? തകർന്ന ഹൃദയമുള്ളടുത്ത്. ഹൃദയം തകരുന്നതിൻ്റെ അടയാളം കണ്ണുടനെ പറയും. കണ്ണുനീരിവിടെ വരും. ടിയേഴ്സ് ഉണ്ടോ? ടിയേഴ്സ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, പക്ഷേ എനിക്ക് സ്ട്രോക്ക് വന്നു, പലവട്ടം സ്ട്രോക്ക് വന്നു. എൻ്റെ പ്രശ്നം എനിക്ക് കണ്ണുനീര് വരുന്നില്ല. മരിച്ചെന്ന് പറഞ്ഞാലും എന്ത് പ്രയാസങ്ങൾ എവിടെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാനൊന്ന് കരയാൻ ശ്രമിച്ചാൽ എനിക്ക് കണ്ണുനീര് വരുന്നില്ല. ബിക്കോസ് ഓഫ് ദ ഫിസിക്കൽ ട്രാജഡി ഷീ ഹാഡ് ഗോൺ ത്രൂ. നമ്മളാരും സ്ട്രോക്ക് വന്നിട്ടിരിക്കുമല്ലോ. എവിടെ നമ്മുടെ കണ്ണുനീർ? വചനം കേൾക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ബൈബിൾ വായിക്കുമ്പോഴോ ഒക്കെ നമുക്ക് എന്തുകൊണ്ടോ കരയാൻ കഴിയുന്നില്ല. ആ തകർന്ന ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് മാത്രമേ കണ്ണുനീര് വരത്തുള്ളൂ. കഴിഞ്ഞ ദിവസം പ്രായമുള്ളൊരാ പിതാവിനോട് പറഞ്ഞു, പാസ്റ്റേ എനിക്കിപ്പോൾ എപ്പോഴും കരച്ചില്ല, പാട്ട് കേട്ടാലും കരച്ചില്ല, പ്രസംഗം കേട്ടാലും കരച്ചില്ല. ഞാൻ പറഞ്ഞു, അടുക്കാറായി ദിവസങ്ങളൊക്കെ, ഇനി അതിൻ്റെ വല്ല അടയാളങ്ങളായിരിക്കും. തമാശക്കെങ്കിലും പറഞ്ഞതാ. ഇതാ നമുക്ക് വേണ്ടത്. ഒരു പാട്ട് കേട്ടാ കരയണം, ഒരു പ്രസംഗം കേട്ടാ കരയണം. ഞാൻ ഒരു ദൂത് ഇതിനിടയ്ക്ക് അങ്ങ് പറയാം. പ്രവാചകനാകുന്ന ജെരമ്യ ദൂത് പറഞ്ഞു ഇസ്രായേൽ ജനത്തോട്, നിങ്ങൾ മടങ്ങി വരണമെന്ന്. ദൂതിൻ്റെ മുമ്പിൽ അവർ കരഞ്ഞില്ല. പ്രവാചകനെ പിടിച്ചു പൊട്ടക്കുഴിയിലിട്ടു, പരിഹസിച്ചു, വിമർശിച്ചു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കൂട്ടുകാരന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്ത്, നീ കേട്ടോടാ ഇങ്ങേര് പറഞ്ഞത്. പ്രസംഗത്തിന്റെ കമന്റ് ഇമ്മീഡിയറ്റ്ലി അടുത്താക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക, ആലയത്തിലിരുന്ന്. പക്ഷെ സംഭവിച്ചറിയണോ? പിന്നീട് അവർ കരഞ്ഞത് ബാബേൽ നദിയുടെ തീരത്തിരുന്ന്. കിന്നരമൊക്കെ അലരി വൃക്ഷത്തെ തൂക്കിയിരുന്ന് ഞങ്ങളോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് ഇപ്പൊ പാട്ടില്ല, ഞങ്ങൾക്ക് എന്തേ ഉള്ളൂ. നീ ആ പള്ളിയിലിരുന്ന് അങ്ങ് കരഞ്ഞിരുന്നെങ്കിൽ നീ അവിടെ പോയി കിടന്ന് കരയേണ്ടി വരുമായിരുന്നോ? നിനക്ക് കരയാൻ ദൈവത്തിന്റെ ദൂത് ഏൽപ്പിച്ചല്ലായിരുന്നോ? ദൈവത്തിന്റെ ദൂതിന്റെ മുമ്പിൽ കരഞ്ഞില്ലെങ്കിൽ, ദൈവത്തിന്റെ അരുളപ്പാടിന്റെ മുമ്പിൽ കരഞ്ഞില്ലെങ്കിൽ, ദൈവം സംസാരിക്കുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ, അതിനെ പരിഹസിച്ചും അതിനെ വിമർശിച്ചും അതിനെ കുറ്റം പറഞ്ഞും നാം ആലയത്തിനകത്തിരുന്നാൽ വേറൊരു ദിനം ഒരുങ്ങുന്നുണ്ട്. ഓ ഹല്ലേലൂയ! ഇത് തിരുവഴുത്താ പറയുന്നത്. പ്രവാചകന് കുഴപ്പമൊന്നും പറ്റിയില്ല. അവനെ പൊട്ടക്കുഴിയിലിട്ടെങ്കിലും അവിടുന്ന് അവനെ കയറ്റി. പക്ഷെ പ്രവാചകൻ പറഞ്ഞതുപോലെ ദൂതുകൾ സംഭവിച്ചു. വേറൊരാളെ ഞാൻ പറയാം, പത്രോസ് എന്ന പുള്ളിയുടെ പേര്. പുള്ളിയോട് ദൂത് പറഞ്ഞ ആരാന്നറിയാമോ? സാക്ഷാൽ കർത്താവ്. കർത്താവ് പറഞ്ഞു, പത്രോസേ, പേര് വിളിക്കുക. നിങ്ങളിവിടെ ഒരു 3-4 പേരിരുന്ന് ഉറങ്ങുന്നെന്ന് വെച്ചു. ഒരേ ബെഞ്ചിൽ തന്നെ 4 പേരിരുന്ന് ഒരുപോലെ അങ്ങ് ഉറങ്ങുക. ഞാൻ ഒരാളുടെ പേര് വിളിച്ച് ചോദിക്കുക, എന്തിനാ ഉറങ്ങുന്നതെന്ന് ചോദിക്കും. എൻ്റെ മാത്രം പേര് വിളിച്ച് എന്തിനാ ബാക്കിയുള്ളവരെല്ലാം എന്തുവാ? എടാ, പത്രോസും യോഹന്നാനും യാക്കോബും എന്ത് ചെയ്യുന്നു? ഉറങ്ങുക. കർത്താവ് ഒന്ന് കൂടെ വിളിക്കുക, പത്രോസേ
ഏത് മനുഷ്യനായാലും ഇൻസൾട്ട് ചെയ്യുന്നതിനൊരു ഒരു പരിധിയില്ലയോ? എടാ, യാക്കോബും യോഹന്നാനും നേരിടാൻ പോകുന്നതല്ല നിന്റെ മുമ്പിൽ വരാൻ പോകുന്നത്. നിന്നെ ഞാൻ പേര് വിളിച്ച് ദൂത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? നീ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ നീ വേറൊരിടത്ത് കരയേണ്ടി വരത്തില്ല. പക്ഷേ അവൻ അന്ന് രാത്രിയിലും വചനത്തിന് മുമ്പിൽ ഇരുന്ന് ഉറങ്ങി. അവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറങ്ങി. പക്ഷേ വെളുപ്പാങ്കാലത്ത് പുള്ളി ഒരിടത്ത് നിന്ന് കരയുന്ന ഞാൻ കണ്ടായിരുന്നു. പൂവൻകോഴി കൂവിയപ്പം. കർത്താവ് ദൂത് പറഞ്ഞാൽ കേട്ടില്ല, പിന്നെ കോഴിയെ കൊണ്ടല്ല ദൂത് പറയിപ്പിക്കാൻ പറ്റൂ. കോഴിയുടെ കൂക്കൽ അവനൊരു ദൂതായിരുന്നു. ഇപ്പൊ ആരുടെ മുമ്പിൽ കിടന്ന് കരയുക? പൂവൻകോഴിയുടെ മുമ്പിൽ കിടന്ന്. സഹോദരി ചിരിക്കല്ലേ. ഞാനൊരു കാര്യം പറയാം, കരയാൻ ദൈവം അവസരം തരുമ്പോൾ കരഞ്ഞോ? ഇല്ലേ വേറെ എവിടോ കരയാൻ പോവുക. ഞാൻ തമാശയല്ല പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് പറഞ്ഞത്. ഒരു തകരപ്പെട്ട അനുഭവം നമുക്കുണ്ടാകണം. വചനത്തിൻ്റെ മുമ്പിൽ, ആത്മാവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മുമ്പിൽ തകരപ്പെട്ട ഒരു മനുഷ്യന്റെ അനുഭവം നമുക്കുണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ. തകർച്ച ഉണ്ടായില്ലെങ്കിൽ ആരാ തകരണ്ടേ? തകരേണ്ടത് എപ്പോഴും നമ്മുടെ പുറമേ ഉള്ള മനുഷ്യനാ. കാരണം ദൈവം തന്റെ വിലയേറിയ നിക്ഷേപം ആക്കിയിരിക്കുന്നത് അകത്താ. ഈ മൈറി ക്ലേ അല്ലെങ്കിൽ ഈ മൺകുടത്തിനകത്താ ദൈവം ഇത് ഇട്ടേക്കുന്നത്. പക്ഷെ അകത്തുള്ള വിലയേറിയത് പുറത്തു വരണമെങ്കിൽ പുറമെ എന്ത് ചെയ്യണം? തകരണം. ഈ പുറം മനുഷ്യൻ തകരാത്ത ഒത്തിരി ആത്മീകരെ ഞാൻ ആത്മീയ ലോകത്തെ കണ്ടിട്ടുണ്ട്. അവരുടെ പുറം മനുഷ്യൻ തകരുകയില്ല. പുറം മനുഷ്യൻ തകർന്നവർക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. പുറം മനുഷ്യൻ തകരാത്ത, അതുകൊണ്ട് ഔട്ടർ മാൻ ആൻഡ് ദ ഇന്നർ മാൻ എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക. എൻ്റെ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഔട്ടർ മാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തകർന്നുകൊണ്ടിരിക്കുക. പക്ഷെ അകത്തുനിന്ന് ഒരുത്തൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ആരാ ഈ ഔട്ടർ മാൻ? നമ്മുടെ ഈഗോ. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ട് പുള്ളി അത് കേട്ടില്ല, ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. തകർന്ന മനുഷ്യന്റെ സാക്ഷ്യം കേൾക്കണോ? I am the least of the apostle. I am the first of every sinner. പാപികളിൽ ഞാൻ പ്രധാനിയ, അപ്പോസ്തലന്മാരിൽ ഞാൻ, ഈ സഭയിൽ ഞാനാണ് ഏറ്റവും ചെറിയവനെന്നെങ്കിലും തോന്നുവരുന്നോ? അപ്പോൾ എൻ്റെ പുറമേ ഉള്ളവൻ തകരുകയാ. എൻ്റെ അത്രയും അറിവ്, എൻ്റെ അത്രയും നോളേജ്, എൻ്റെ അത്രയും കഴിവ്, എൻ്റെ അത്രയും ഈ എൻ്റെ ഞാൻ എന്ന് ബൈബിളിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസിഫറിന്റെ ആത്മാവാ. ഞാൻ മേഘോന്നതങ്ങളിൽ കയറും, ഞാൻ നക്ഷത്രദിക്കിൽ കൂടുവെക്കും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഇപ്പൊ എന്ത് ചെയ്യാ? ഞാൻ വേറൊരു മനുഷ്യനെ ഞാൻ ബൈബിളിൽ പുതിയ നിയമത്തിൽ കണ്ടു. ഞാൻ എൻ്റെ കളപ്പുരയൊക്കെ പൊളിച്ച്, ഞാൻ എൻ്റെ കളപ്പുര പുതുതൊന്ന് പണിഞ്ഞ് ഞാൻ അതെല്ലാം കൂട്ടിവെക്കും. എന്നിട്ട് ഞാൻ ആരോടും പറയത്തില്ല, ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അന്ന് രാത്രി കർത്താവ് അവനൊരു പേരിട്ടു. നല്ലൊരു പേര് അവൻ്റെ അപ്പനും അമ്മയിട്ട്. ആ പേര് കർത്താവ് വിളിച്ചില്ല, കർത്താവ് അവനൊരു പേരിട്ടു. ഇതുപോലെ അരിഷ്ടനായൊരു മനുഷ്യൻ. എൻ്റെ പുറമേയുള്ള ചില ഈഗോകൾ തകരാതെ എൻ്റെ അകത്തെ ദൈവമിട്ട ആ വലിയ വിലയുള്ളത് പുറത്തു വരികയില്ല. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രോക്കൺ അനുഭവം, ആ ട്രഷർ ഇൻ ദ ജാർസ് ഓഫ് ക്ലേ, അല്ലെങ്കിൽ അത് മൺകൂടാരത്തിൽ പകർന്നിരിക്കുക. പക്ഷെ അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ, ഒരു ആത്മശക്തി പുറത്തു വരണമെങ്കിൽ പുറമേ ഉള്ളത് തകർന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. തകരപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം, തകരപ്പെടാൻ സമർപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കാഠിന്യമേറിയ ഹൃദയമാ തകർന്ന, അല്ലെങ്കിൽ ദൈവം ചിലരെ, ആ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടറാണ് നമ്മളെ ഒരു തകർച്ചയിലേക്ക് നടത്തുന്നത്.
We need some special encounter from God. Privately, personally. Through that intervention, that encounter, God is able to broken. ദൈവം നമ്മുടെ ആ പുറമേ ഉള്ള പലതും തകർത്ത് നമ്മളെ ഒരു താഴ്മയുള്ളവനാക്കാൻ ആഗ്രഹിക്കുക. പ്രവാചകനാകുന്ന യെശയ്യാവ് പറയുന്നത് എന്തുവാ? 5 അധ്യായങ്ങളിലോ മനുഷ്യൻ പറയുക, നിങ്ങൾക്കയ്യോ കഷ്ടം, ഓ ടു യു, ഓ ടു യു. ഓരോരുത്തരോടും പറയാം, നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾക്കയ്യോ കഷ്ടം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ പോലൊരു വിശുദ്ധൻ, എൻ്റെ കണക്ക് പ്രാർത്ഥിക്കുന്ന ഒരാള് നമുക്ക് നമ്മുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റും, താഴ്ത്തിക്കെട്ടാൻ പറ്റും. പക്ഷേ ഒരു ദൈവീക ദർശനം, ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ആ മനുഷ്യൻ പറയുക, അയ്യോ ഞാൻ അശുദ്ധൻ, എനിക്കയ്യോ കഷ്ടം, എനിക്കയ്യോ കഷ്ടം. എൻ്റെ കഷ്ടം കാണാൻ എനിക്ക് കഴിയുന്നുണ്ടോ? യോബ് എന്ന മനുഷ്യന് through all the sufferings and trials, finally ആ മനുഷ്യന് തന്നെ ഒരു തോന്നലുണ്ട്, ഞാൻ ഇച്ചിരി ആത്മീയനാണ്. എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ഞാൻ എല്ലാവരെക്കാട്ടും ഇച്ചിരി ആത്മീയനാണെന്നുള്ളൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് എനിക്കും വരാറുണ്ട്. ഇച്ചിരി കൂടുതൽ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് കയറി വരാറുണ്ട്. അതങ്ങ് ഹീലിംഗ് ആയാൽ മതിയായിരുന്നു. യോബിനും തോന്നിക്കാണും താനൊരു ഭക്തനാണെന്നൊക്കെ. പക്ഷേ കടന്നുപോയ ഭയങ്കര കൊടുങ്കാറ്റിൻ്റെ അവസ്ഥയിലൂടെ താൻ പറയുക, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ, പക്ഷെ ഇപ്പോഴോ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, നിനക്ക് സകലതും സാധ്യം, നിനക്ക് കഴിയാത്തൊന്നുമില്ല. ഇത് തകരപ്പെട്ട മനുഷ്യൻ്റെ വാക്കാ. തകരപ്പെട്ടവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം അവനെ ഉയർത്തുകയില്ല. അവൻ എപ്പോഴും അവൻ എത്ര ചെറുതാണെന്നും ദൈവം എത്ര വലുതാണെന്നും. ഈ പണ്ടൊക്കെ നമ്മുടെ നാടുകളിലുള്ള പള്ളികൾ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട്, ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള പള്ളികൾ. നമ്മൾ ആ പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ പള്ളിക്ക് ഭയങ്കര ഉയരമാണ്. ഇപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പള്ളിക്ക് ഇത്രയും ഉയരം വെക്കുന്ന? ഫാൻ പോലും ഇട്ടാൽ താഴെ വരത്തില്ല കാറ്റ്. അപ്പോൾ പറഞ്ഞു, ഇത്രയും ഉയരത്തിൽ നമ്മുടെ അപ്പച്ചന്മാർ പള്ളി പണിഞ്ഞതിൻ്റെ കാരണം ഇതിനകത്ത് കയറുന്നവൻ മനസ്സിലാക്കണം, ഞാൻ എത്ര ചെറുതാ, ഞാൻ എത്ര ചെറുതാ. അവൻ ആ മനോഭാവം ഉണ്ടെങ്കിലേ അവന് ദൈവത്തിൻ്റെ ആരാധന വെളിപ്പെടത്തുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. നമുക്ക് വേണ്ടതൊരു ബ്രോക്കൺ ഹാർട്ട്. ഒന്ന് ഉടയപ്പെടണം. ഉടഞ്ഞാൽ മാത്രമേ വിലയുള്ളത് പുറത്തു വരികയുള്ളൂ. നമ്മുടെ മുൻവിധികൾ തകരണം. ഞാൻ വരച്ചിടുന്ന സർക്കിളിനകത്ത് നിൽക്കുന്നവനല്ല ദൈവം. എൻ്റെ ബൗണ്ടറിക്കകത്ത് നിൽക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് അതിരുകളില്ലാതെ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി ആർക്കും തടയാനോ എണ്ണാനോ പറ്റത്തില്ല. ഞാനാരാ ഇങ്ങനെ പാടണം, അങ്ങനെ കൈയടിക്കണം, എനിക്കറിയത്തില്ല. ദൈവം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ എങ്ങനെ ആരാധിക്കണമെന്ന് പ്രേരണ കൊടുക്കുന്നു. അവർ ചെയ്യട്ടെ. ദൈവം അവരിലൂടെ പ്രവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ സമയങ്ങൾ. അടുത്ത സൺഡേ നമ്മൾ ചിന്തിക്കും. ദൈവം പഴയത് തുരുത്തിയിലല്ല തൻ്റെ പുതിയ വീഞ്ഞ് പകരാൻ ആഗ്രഹിക്കുന്നേ. തുരുത്തി ഒന്ന് തകരപ്പെടണം. അങ്ങനെ തകർക്കാൻ ദൈവം ഒരു മനുഷ്യനെ എടുക്കുന്നത് നമ്മൾ പഠിക്കുക തിരുവെഴുത്തിൽ. ഇന്ന് ഈ വിശുദ്ധ ആരാധനയിൽ ഒരനുതാപത്തോടെ ദൈവവും പാകെ, കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ കുറവ്, എൻ്റെ നിലവിളിയും അപേക്ഷയും എൻ്റെ മുൻവിധികളും എൻ്റെ തകരാത്ത ഹൃദയവും ഒന്ന് മാറ്റി. നമുക്ക് വേണ്ടത് ഏത് ഹൃദയമാണെന്നറിയാമോ? ദാവീദ് പാപം ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. അകൃത്യം കരുതി വെക്കാത്ത ഹൃദയം ദൈവം ഓഫർ ചെയ്യുകയാ. ഗോഡ് പ്രോമിസ്ഡ്, ഐ വിൽ ഗീവ് യു എ ന്യൂ ഹാർട്ട് ആൻഡ് എ ന്യൂ സ്പിരിറ്റ് I will put within you, and I will remove the heart of stone from your flesh and give you a heart of flesh.
കല്ലായുള്ള ഹൃദയം ഞാൻ എന്ത് ചെയ്യുമെന്ന, റിപ്പയർ ചെയ്യുമെന്നല്ല. കല്ലായുള്ള ഹൃദയം പൊടിച്ചാലും പിന്നെ അതെന്തായിരിക്കും? കല്ലായിരിക്കും. ദൈവം പറയുക, ഐ റിമൂവ് ഇറ്റ്, then I will offer a new heart. ഒരു തിയേറ്ററിലും കയറാതെ, ഒരു സർജറിക്ക് വിധേയനാകാതെ ഈ ആലയത്തിൽ ഇന്ന് പകൽ ഒരു പുതിയ ഹൃദയം കൊടുക്കാൻ ഏറ്റവും വലിയ സർജനാകുന്ന കർത്താവിന് കഴിയും. താൻ ഓഫർ ചെയ്തിരിക്കുക, I will give you a new heart. I will take out the heart of stone. കഠിന ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്ന്, വചനം സൗമ്യതയോടെ കൈക്കൊള്ളാൻ പറ്റത്തില്ല. ഒരിക്കലും അനുതാപം ഉണ്ടാകത്തില്ല. ഒരിക്കലും അനുതാപം. ചെയ്ത എല്ലാ തെറ്റിനെ ഇങ്ങനെ നീതീകരിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാടാ നീ ആഗാഗനെ പിടിച്ചോണ്ട് വന്നേ? എന്തിനാടാ നീ ആ കാളെ ആടിനെയും പിടിച്ചോണ്ട് വന്നേ? അത് മോശമായി പോയല്ലോ. അയ്യോ, അത് യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. നീ എന്തിനാടാ ശമൂവേലിനെ കാത്തിരിക്കാതെ യാഗം കഴിച്ച്? അയ്യോ, ജനം അങ്ങ് ചെതറിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ, തെറ്റിപ്പോയി എന്നൊരു വാക്ക് പറയാൻ വയ്യ. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാം, സഹോദരിമാരെ, സഹോദരന്മാരെ, അന്യഭാഷയേക്കാൾ ശക്തിയുള്ളൊരു വാക്കുണ്ട്, സോറി. സോറി അന്യഭാഷയേക്കാൾ ശക്തിയാ. ഹസ്ബൻഡിനോടൊരു സോറി പറഞ്ഞെന്ന് വിചാരിച്ച് അവസാനം ഉള്ള ഉണർവ് പോക്കണ്ട, നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അയ്യോ, നിങ്ങളുടെ ഭാര്യയോടൊരു സോറി പറഞ്ഞെന്ന് വിചാരിച്ച അച്ചായ നമ്മുടെ കൊമ്പൊന്നും ഒടിഞ്ഞു പോകത്തില്ല. എന്നാ ചോദിക്കും, പാസ്റ്റർ ചോദിക്കാറുണ്ടോ എന്ന്? ചോദിക്കല്ലേ. ഞാൻ പറയും, എനിക്കങ്ങനെ സോറി പറയേണ്ടി വന്നിട്ടില്ല. പുള്ളിക്കാരി എന്നോട് ചോദിക്കുക, ഇതുവരെ ഒരു സോറി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയും, ഇത്രയും വർഷമായി എനിക്ക് സോറി പറയേണ്ടി വന്നിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ജയിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഞാൻ ദൈവമക്കളോട് പറയാം, അന്യഭാഷയേക്കാൾ ശക്തി സോറി എന്ന് പറയും. ഒരു അനുതാപമുള്ള ഹൃദയം, ഒരു തകർന്ന ഹൃദയം. ഐ വിൽ ഗിവ് യു എ ന്യൂ ഹാർട്ട്. മലയാളം വർഷിപ്പ് ടീം പ്ലീസ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ആത്മാവിനെ തരും. ഞാൻ കല്ലുപോലുള്ള ഹൃദയം പൊടിച്ച് റിപ്പയർ ചെയ്യുന്നല്ല, ഞാനതങ്ങ് എടുത്തു മാറ്റിയിട്ട് ഒരു പുതിയ ഹൃദയം. മോഡേൺ സയൻസ് ഹൃദയം മാറ്റ ശസ്ത്രക്രിയൊക്കെ കണ്ടുപിടിച്ചിട്ട് കാലങ്ങൾ ഒത്തിരി ഒന്നും ആയില്ല. പക്ഷേ പ്രവാചകനാകുന്ന എസെക്കിയേൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു, ഞാൻ പുതിയ ഹൃദയം കൊടുക്കും. ആ ട്രാൻസ്പ്ലാന്റേഷൻ സ്വർഗത്തിലെ ദൈവം നേരത്തെ ഓഫർ ചെയ്തു. നമുക്ക് വേണ്ടത് നിർമ്മലമായ ഹൃദയം, അകർത്യം കരുതി വയ്ക്കാത്ത ഹൃദയം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകർത്യം കരുതി വച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലായിരുന്നു. അകർത്യം, വ്യസനത്തിനുള്ളത് വല്ലതും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രാർത്ഥനയോടെ, ഒരാരാധനയോടെ ഈ ആലയം വിട്ടു പോകണമേ. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ എല്ലാ ആദരങ്ങളും ഒന്ന് തുറന്ന് അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങയുടെ ഇടപെടൽ അറിയാൻ കഴിയാതെ പല നാളുകളായി ഞാൻ മുൻപോട്ട് പോകുക. എൻ്റെ അന്ധത മാറണം, എൻ്റെ അജ്ഞത മാറണം, എൻ്റെ ഹൃദയകാഠിന്യം മാറണം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ വാഗ്ദത്തത്തിൽ കടക്കാൻ കഴിയാതെ, ഞങ്ങളുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതെ, ഞങ്ങളുടെ നന്മകൾക്കകത്ത് ഞങ്ങൾക്ക് കടക്കാൻ കഴിയാതെ ഞങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്ന അന്ധതകളും അജ്ഞതകളും